വന്ദന ശരിക്കും അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിരുന്നു അല്ലേ? വന്ദന വന്ദന അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിരുന്നു. നന്നായി പഠിക്കുന്ന മിടുക്കിയായൊരു കുട്ടിയായിരുന്നു. അത് മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഹൗസ് സർജൻസി ആ തലത്തിലേക്ക് അത് കടക്കുകയായിരുന്നു. ആ കേസിനകത്ത് ഞങ്ങൾ കണ്ട എല്ലാ ഈ ആ കുട്ടി പഠിച്ചിരുന്ന കോളേജിൽ നിന്നും ഹൗസ് സർജൻസിക്ക് വേണ്ടി അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടിക്കൽ പരിശീലനത്തിന് വേണ്ടിയാണ് മെഡിക്കൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അവിടുത്തെ മറ്റെല്ലാവരും ആ കുട്ടിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സംഭവം മനസ്സിലാക്കൂ, വെളുപ്പിനെ 4:40 ശേഷമാണ് സന്ദീപിനെ അവിടെ എത്തുന്നത്. ആ രാത്രി മുഴുവൻ ഉറക്കം മുളച്ചിരുന്ന് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നൊരു കുട്ടിയാണത്. ആ കേസിനകത്ത് ഒന്ന് ആലോചിക്കുമോ, ആ കേസിനകത്ത് ഈ പ്രതി ആക്രമിച്ച ഓരോരുത്തരും ആ പ്രതിയെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സഹായിക്കാനായിട്ട് എത്തിയവരാണ്. പോലീസുകാർ ഉൾപ്പെടെ. പോലീസുകാരെ അയാൾ ആക്രമിച്ചു. പോലീസുകാരാണ് ഇയാൾ എനിക്ക് അത്യാവശ്യമായി പോലീസിൻ്റെ സേവനം വേണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയവർ. പിന്നീട് ആക്രമിച്ച 2 സിവിലിയൻസ് അവരാരാണ്? ഇയാളെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ആ പാതിരാത്രിയിൽ കൊണ്ടുപോകുന്നതിന് അയാൾക്ക് അക്കമ്പനി ചെയ്യാൻ വന്ന അവിടുത്തെ സമൂഹ പ്രവർത്തകരും ഇയാളുടെ ഒരു ബന്ധുവും. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴോ കൊലപ്പെടുത്തിയ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം വളരെ ക്രൂരമായിരുന്നു കേട്ടോ. ഒരു പെൺകുട്ടിയാണെന്ന് പോലും ശ്രദ്ധിക്കാത്ത രീതിയിൽ പിടിച്ചു വെച്ചുകൊണ്ട് കൈ പിടിച്ച് വെച്ച് ശരീരത്തോട് ചേർത്ത് നിർത്തി 21ഓളം കുത്തുകളാണ് ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് കുത്തിയത്. വേദന കൊണ്ട് അലറി അത് നിലവിളിക്കുമ്പോൾ പോലും ആ പിടിവിടാതെ അത്ര ക്രൂരമായി നടത്തിയൊരു കൊലപാതകമായിരുന്നത്. കാരണം അതിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത സംഭവമാണ്. അതേപോലെ തന്നെ അവിടെ ആക്രമിച്ച മറ്റൊരാളാരാണ്? അവിടെ ഒരു ആംബുലൻസ് ഡ്രൈവറെയാണ് ആക്രമിച്ചത്. അപ്പോൾ പിന്നീട് ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതിൽ ഒരാൾ അലക്സ് കുട്ടി, അയാളൊരു ഹോം ഗാർഡാണ്. അയാൾ സർവീസിലെ ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ ജോലി ചെയ്ത ശേഷം റിട്ടയർ ചെയ്ത് വന്ന് പിന്നെ ഹോം ഗാർഡ് ആയ ആളാണ്. അയാളും ഏജിലാണ്. അയാളും മരണത്തിൻ്റെ വക്കത്തുനിന്ന് തിരികെ രക്ഷപ്പെട്ടു വന്നെത്തിയാണ്. അതുപോലെ അയാൾക്കും പരിക്കേറ്റതാണ്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോടത്ത് ഹോം ഗാർഡിൻ്റെ പേര് അലക്സ് കുട്ടി, അതെ, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്. അയാളെയും ഇതുപോലെ അവിടുത്തെ ഒരു ASI ആയിട്ടുണ്ടായിരുന്ന ഒരാൾ, ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന അയാൾ സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് അയാൾ തലയ്ക്ക് അപ്പം ഇങ്ങനെ തനിക്ക് കീഴടക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള എല്ലാവരെയും തീവ്രമാരകമായി പരിക്കേൽപ്പിച്ച ഒരു മാനസിക അവസ്ഥയായിരുന്നു ഈ പ്രതി സന്ദീപ് ആ സമയം വെച്ച് പുലർത്തിയിരുന്നത്.